പ്രശ്നമുണ്ടാകുമ്പോഴും അതിനകത്ത് ആദ്യത്തെ രാഷ്ട്രീയ പ്രതികരണം, ആദ്യത്തെ രാഷ്ട്രീയ സമരം നടത്തുന്നത് അത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ആയിരിക്കും. അത് കർഷകന്റെ പ്രശ്നമാകട്ടെ, അത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന കേരളയിൽ വിഷയമാകട്ടെ, നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ദളിതൻ നേരിടുന്ന അവകാശ ലംഘനത്തിന്റെ പ്രശ്നമാകട്ടെ, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ നേരിടുന്ന തൊഴിൽ നിഷേധ പ്രശ്നമാകട്ടെ, വിലക്കയറ്റമാകട്ടെ, കർഷകന്റെ ആത്മഹത്യയാകട്ടെ, അങ്ങനെ ഏതൊരു വിഷയമുണ്ടായാലും ആദ്യ സമര ശബ്ദമായി മാറുന്നത് പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും നേതാവ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ്. നമ്മൾ നിരന്തരമായി കാണുന്നത് കൊണ്ട് ഈ മനുഷ്യൻ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തെ ഏറ്റവും തലയെടുപ്പുള്ള, ഏറ്റവും സീനിയറായ പാർലമെന്റ് മെമ്പറെയാണ് നമുക്കൊരിക്കൽ കൂടി ജനപ്രതിനിധിയായി ലഭിക്കുവാൻ അവസരം ലഭിക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാം, ദീർഘമായി കടന്നു പോകുന്നില്ല. പല സർവേകളും വരുന്നുണ്ട്. സർവേകളുടെയൊക്കെ പ്രസക്തിയെ പറ്റിയൊന്നും ഞാൻ പറയേണ്ടത് കാര്യമില്ല. ദേശീയ മാധ്യമങ്ങൾ സർവേ ഇറക്കുന്നുണ്ട്. മോദി വീണ്ടും അധികാരത്തിലേക്ക് വരും 400 സീറ്റുമായിട്ടുണ്ട്. ഏത് സംസ്ഥാനത്തു നിന്നാണ് ഈ 400 സീറ്റുമായി അധികാരത്തിലേക്ക് വരാൻ പോകുന്നത്? ഉത്തരേന്ത്യൻ ബെൽറ്റ് മുഴുവൻ BJP പൊട്ടി തകർന്നിരിക്കുകയാണ്. ദക്ഷിണേന്ത്യൻ ബെൽറ്റിൽ BJP തകർന്ന് തരിപ്പണമായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ദക്ഷിണേന്ത്യയിൽ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിനകത്ത് 20 സീറ്റുണ്ട്. ഈ 20-ൽ BJPക്ക് ഒരു സീറ്റെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ കേരളത്തിലെ 20 മണ്ഡലത്തിൽ BJPക്ക് കിട്ടാൻ പോകുന്നത് വലിയ വട്ട 0 സീറ്റായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ മുന്നണിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വട്ട 0 സീറ്റ് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നു, കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും പോയവരെന്ന നിലയിൽ പറയുന്നു, കേരളത്തിൽ ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണി 2020 അടിക്കുമെന്ന് വെറുതെ പറയുന്നതല്ല, 2020 അടിച്ചിരിക്കും. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് 20-0 എംപിമാരുടെ മുന്നേറ്റവുമായി നമ്മൾ ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, ജൂൺ മാസം 4-ാം തീയതി ഈ രാജ്യത്തിന്റെ പൊതുതെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യാനായി വിളിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് അത് രാഹുൽ ഗാന്ധി എന്നാകുമ്പോ ആ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് കരുത്ത് പകരുവാൻ കേരളത്തിന്റെ, ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാബിനറ്റ് മന്ത്രി പദവിയിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ ജയിപ്പിച്ചു വിടാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത, ഈ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും എല്ലാവിധമായ ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF.